ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 26,000 താഴെ ക്ലോസ് ചെയ്തു. നിക്ഷേപകർ ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരു സിനാരിയാണുള്ളത്. പക്ഷേ നമ്മൾ അറിയണം, നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 300 പോയിന്റിന് മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് റുപ്പീസ് ഓൾ ടൈം ആയിട്ട് ഫോൾ ആവാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് IT കമ്പനീസിന് ഗുണം ചെയ്തു, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് കമ്പനീസിനും ഇത് ഗുണകരമാകും. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിന് ഇത് ദോഷകരമാണ്. കാരണം റുപ്പീസ് ഓൾ ടൈം ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സായിട്ട് വിപ്രോയും TCSും ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഇവർക്ക് IT കമ്പനീസിനാണ് ഇത് റുപ്പീസ് ഫോൾ ആകുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഗുണം കിട്ടുന്നത്. ICC ബാങ്കും ഇൻഡൽകോയും HDFCയും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഫോൾ ആയിട്ടുള്ളത് മാക്സ് ഹെൽത്ത് കെയറും ഭാരത് ഇലക്ട്രോണിക്സും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും GSW സ്റ്റീലും ശ്രീരാം ഫിനാൻസും തുടങ്ങിയ കമ്പനീസാണ്. ഇതിൽ ഫോളായ സ്റ്റോക്കുകൾ കാണാം. 3% വരെയുള്ള ഫോള് മാക്സ് ഹെൽത്ത് കെയറിൽ കണ്ടു. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിഫ്റ്റി ഒരു നല്ലൊരു ഫോള് 25,900 വരെ പോയി. അതിനുശേഷം നിഫ്റ്റി അവസാന സമയത്ത് ഒരു 100 പോയിന്റ് റിക്കവറി രേഖപ്പെടുത്തി. ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 150 പോയിന്റ് ഫോൾ ഉണ്ടായിരുന്ന നിഫ്റ്റി തിരിച്ച് കയറിയതാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 118 പോയിന്റ് കംഫർട്ടബിൾ ആണ്. ബിറ്റ്കോയിൻ തിരികെ എത്തി 5,200 പോയിന്റ് റാലിയും കണ്ടു. പിന്നീട് ഗോൾഡാണ് $13 ഉയർന്ന് XAU/USD കാണാം. $4,219 ഗോൾഡുള്ളത്. പിന്നീട് കാണുന്നത് S&P AX200 ഓസ്ട്രേലിയയാണ് പോസിറ്റീവിൽ അടച്ചു. ചൈന നെഗറ്റീവായിരുന്നു. എന്നാൽ കോസ്പി, കൊറിയ, നിക്കി, ജപ്പാൻ 2 മാർക്കറ്റും പോസിറ്റീവാണ്. പിന്നീട് ഏറ്റവും താഴെയുള്ളത് ഡാക്സ്, ജർമ്മൻ, CC40, ഫ്രാൻസ്, FTSE UK തുടങ്ങിയ മാർക്കറ്റുകളും പൊതുവേ പോസിറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും. ഇത് നമ്മുടെ FIS DISൻ്റെ ആക്ടിവിറ്റീസാണ്. FIS കാണാം ഇന്നലെയും മിനിഞ്ഞാന്നും അതിന് മുന്നിലുള്ള 4 ദിവസവും സിവിയർ സെല്ലിംഗ് ആണ്. അതാണ് മാർക്കറ്റിൻ്റെ പ്രധാന പ്രശ്നം. DIS തൊട്ടിപ്പുറ കാണാം. DIS എല്ലാ ദിവസവും ബയേഴ്സാണ്. 4,600, 2,500, 4,100, 3,940 എല്ലാ ദിവസവും DIS ബൈയിങ് ആണ്. എന്നാൽ FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് വൈസൽ റെക്കമെൻഡേഷനല്ല. ആദ്യമായിട്ടുള്ളത് BEML കമ്പനിയാണ്. 414 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ബാംഗ്ലൂർ മെട്രോയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. IPയിലേക്ക് വരുമ്പോൾ മീഷോ IPO അവർ ഇ-കൊമേഴ്സ് കമ്പനിയാണ്. ആദ്യത്തെ 1 അവറിൽ തന്നെ ഫുള്ളി സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. NBCC 665 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പേസ് ഡിജിറ്റ് കമ്പനിക്ക് 997 മില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി 140 മില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. പെട്രോനെറ്റ് കമ്പനി 15 വർഷത്തെ ഒരു ലോങ് ടൈം ബിസിനസ് കോൺട്രാക്റ്റ് അവർ ONGC ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് അഗ്രോ ലൈഫ് കമ്പനി 1:2 റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള ന്യൂസ്. പൈൻ ലാബ് നെറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് കഴിഞ്ഞ തവണ. അപ്പോൾ അവർ ഈ തവണ പ്രോഫിറ്റിലായിട്ടുണ്ട്. 32 കോടി രൂപ ലോസിൽ നിന്ന് 6 ലക്ഷം രൂപ പ്രോഫിറ്റിൽ ആയിട്ടുണ്ട്. 6 ലക്ഷത്തിൽ 6 കോടി രൂപ പ്രോഫിറ്റിലായിട്ടുണ്ട്. IEX കമ്പനി ഇവരുടെ ഇലക്ട്രിസിറ്റി വോളിയം 17% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇൻഡിഗോ കമ്പനി ഇന്ന് ഫോളോ ചെയ്തു. പ്രധാനമായിട്ടും ഇവരുടെ ക്യാബിൻ ക്രൂ ഷോർട്ടേജ് കമ്പനി ടെക്നിക്കൽ പ്രോബ്ലം കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. GSW സ്റ്റീൽ കമ്പനി JFE സ്റ്റീലായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗുജറാത്ത് പിപ്പാവാവ് പോർട്ട് കമ്പനി NYK ഇന്ത്യയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഭാരത് ഡൈനാമിക് കമ്പനി 20% ഇയർലി ഗ്രോത്ത് ആണ് കമ്പനി എയിം ചെയ്യുന്നത്. ഹിൻഡൽകോ കമ്പനി CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഹിൻഡൽകോനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹിൻഡൽകോ ഇന്ന് 1% റാലി രേഖപ്പെടുത്തി. അശോക് ലൈലാൻഡ് BOF എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് അശോക് ലൈലാൻഡിനെ ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഇന്ന് അശോക് ലൈലാൻഡ് 1.69% റാലി രേഖപ്പെടുത്തി. ഡോംസ് ഇൻഡസ്ട്രീസും ആൻറ്റിക്കി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഡോംസ് ഇന്ന് 5% റാലി ഉണ്ടായിരുന്നു. ചാലറ്റ് ഹോട്ടൽ ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ചാലറ്റ് ഹോട്ടൽ ഇന്ന് 3.55% ഒരു റാലി ഉണ്ടായിരുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ മെക്കറി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. സൺഫാർമയും അതുപോലെ തന്നെ 3,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി മധ്യപ്രദേശിൽ ഇവർ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസും സൺഫാർമ ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ മൾട്ടിപ്പിൾ കമൻറ്റുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കമൻറ്റുകളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.